എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിലെടുത്ത നമ്മൾ ഈ റൂമിൽ നിന്ന് നമ്മൾ അങ്ങനെ പള്ളിയിലേക്ക് പോവാണ് ദിവസം. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് പോവാണ്. 2500 രൂപ കൊടുത്തു. ആർക്ക്? അവർക്ക് കിട്ടിയ റൂം നല്ലത്. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ നേരെ പള്ളിയിലേക്ക് പോവാണ്. നമുക്ക് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ നജീബിക്ക് നേർച്ച ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ നേർച്ച ഇടണം. അങ്ങനെ ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോവാണ്. നമ്മളിപ്പം നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരമേ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ ഇന്നലെ കിടന്നതും ഇന്നും കൂടെ ഉണ്ട്. എത്ര ദിവസം? നമുക്ക് 2 ദിവസമാണ്. 5000 രൂപ ഈ റൂമിന്. നമുക്ക് നാളെ 8 മണി വരെ ഉണ്ട്. ഇവിടുത്തെ റൂമിന്റെ പ്രത്യേകത എപ്പോൾ എടുക്കുന്നു അപ്പം തൊട്ട് 24 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യുന്നു. നാളെ വൈകിട്ട് 6 മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. എല്ലാവരും തൊപ്പി വെച്ചേക്കാണ്. കാരണം നല്ല രീതിയിലുള്ള ചൂടുള്ളതുകൊണ്ട് എല്ലാവരും തൊപ്പി വെച്ചേക്കാണ്. അപ്പനും തൊപ്പി വെച്ചു. അങ്ങനെ എല്ലാവർക്കും ഞാൻ അനുഗ്രഹം കൊടുക്കണം. ഗൈസ് നോക്കൂ, ഞങ്ങളടുത്ത് റൂം ഉണ്ടല്ലോ, ഇവിടെ ഒരു ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂം സംവിധാനമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ 2 പേര് എടുക്കും, ഇവിടെ 2 പേര് എടുക്കും. പിന്നെ ഇവിടെ ചെയറുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ബെഡ് ഉണ്ട് അല്ലേ ഗൈസ് നോക്കൂ. പിന്നെ ഇവിടെ ഒരു ടേബിൾ അതുപോലെ സംഭവം ഉണ്ട്. പിന്നെ ഒരു സ്റ്റാച്ചിയുടെ AC ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് AC വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നല്ല തണുപ്പ് വരും. പിന്നെ 2 ഫാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു TV ഉണ്ട്. അങ്ങനെയുള്ള സമയം 2500 രൂപയ്ക്ക് ഒരാൾക്ക് ഫെസിലിറ്റി. ഒരാൾക്ക് 500 രൂപ ആയിട്ടില്ല. നമ്മൾ 5 പേരുണ്ട്. പിന്നെ ഇവനെ പിന്നെ ഓസിയാ കോംപ്ലിമെന്ററിയാ കിടക്കാം. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇതാണ് ഈ ഹോട്ടലിന്റെ പേര്. വലിയ കുഴപ്പമില്ല. ഇവിടെ ഇത് മൊത്തം ഇവനെ ആ നമ്പർ വേണമെന്ന് കാണിച്ചേക്ക്. ഇവിടെ വരുന്നവർക്ക് ഉപകാരപ്പെടും. നല്ല ഹോട്ടലാണ്, നല്ല പെരുമാറ്റം, നല്ല റൂം, അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. പിന്നെ വീട് പോലെ സംവിധാനമൊക്കെ ഉണ്ട്. അതിന് 500 രൂപ കൊടുത്തത്. പക്ഷെ ഞാൻ പോയി നോക്കിയപ്പം ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല. കാരണം സിംഗിൾ ഇതായിട്ട് വേറെ രീതിയിലുള്ള സെറ്റപ്പാണ്. പിന്നെ ഈ സാധനം ഇതാണ്, ഇതിന്റെ കറണ്ട് സാധനം ഇത് ഊരിക്കാൻ എല്ലാം കഴിഞ്ഞിട്ട്. പിന്നെ വേറെ കാര്യമുണ്ടെന്നേ, നമ്മള് ചട്ടിയും അങ്ങനെയുള്ള സാധനം, പച്ചക്കറി അങ്ങനത്തെ സാധനം കൊണ്ടൊക്കെ ഇവിടെ തന്നെ കുക്ക് സെൽഫ് കുക്കിംഗ് ഫ്രീ ആയതിന്റെ കൂടുതൽ. ആൾക്കാര് വന്നിട്ട് ഇവിടെ കഞ്ഞി വെച്ച് ഒരു നേരം കഴിക്കുള്ളൂ. അതായിരിക്കും. ഇപ്പൊ മനസ്സിലായി. കഴിച്ച് നോക്കൂ, നമുക്ക് നേരെ പള്ളിയിലേക്ക് പോവാം. ഞാനും ഒരു നേരം രാവിലെ ഒന്നും കഴിച്ചില്ല. ഞാനും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് സെറ്റപ്പ് അല്ലേ. ഫുൾ ക്യാമറയാണ്, വൈഫൈ ഉണ്ട്, നല്ല സെറ്റപ്പ്. ഹോട്ടലിന്റെ പുറത്തിറങ്ങി. ഇതാ കേട്ടോ ഹോട്ടല്. അത്യാവശ്യം കുഴപ്പമില്ല. കാലാവസ്ഥ മാറി, ഒരു എന്താ പറയാ, ഒരു മഴ മൂടൽ നിറഞ്ഞ കാലാവസ്ഥ. അതെ, പാത്രങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ആൾക്കാര് ഭക്ഷണം വെക്കാനൊക്കെ ഇവിടെ ഉള്ള ഹോട്ടലുകാർ കൊടുക്കുന്ന ഫെസിലിറ്റി ആട്ടോ. അപ്പൊ ഇവിടെ ഒരു നേരം വന്നെടുക്കുന്നല്ലേ അപ്പൊ? അത് ഏത് ദിവസമാ? വെള്ളിയാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. റെന്റ് എത്ര? സെറ്റ് 150 രൂപയ്ക്ക് റെന്റ് കൊടുക്കുന്നതാണ് ഈ പാത്രം ഭക്ഷണം വെക്കാനുള്ള. അല്ല ഇവിടെ ഒരു നേരമൊക്കെ വന്ന ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ റൂമുകൾ അത്യാവശ്യം എല്ലാ റൂമുകളിലും പിന്നെ എന്നാ പറയുക, ഭക്ഷണം വെക്കാനുള്ള. ഞങ്ങൾ ഇന്നലെ സീ ഗേറ്റിലാട്ടോ റൂം എടുക്കാണ്ട് പ്ലാൻ ചെയ്തേ. പിന്നെ ഞങ്ങൾ നോക്കാൻ നേരത്തെ അത്ര സെറ്റപ്പ് തോന്നിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ വന്ന് റൂം. നല്ല റൂം ഇതാ. എനിക്ക് അങ്ങനെ തോന്നി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് എടുത്തു കേട്ടോ. ഇത് ചക്കപ്പഴമൊക്കെ വയ്ക്കുന്നു. ചക്കപ്പഴം ഗൈസ് ഇവിടുന്ന് പപ്പ മെയിൻ പള്ളി ഏതാ? മെയിൻ പള്ളി ഇത് ഇത് ഏത്? ഇതല്ലേ മെയിൻ പള്ളി? ഇതിനെ അങ്ങോട്ട് നമുക്ക് നടന്ന് അപ്പുറത്തോട്ട് പോവാം. അവിടെയാ മറ്റേ കേരള ഫുഡൊക്കെ കിട്ടുക. ഇതിലെ പോയില്ല, ഇതിലെ പോവാം. അപ്പൊ ഇതിലെ പോയിട്ട് അതിലെ കയറാം ഗൈസ്. ഇതാണ് മെയിൻ പള്ളി. ഇതല്ലേ മെയിൻ പള്ളി? ഇതാണ് മെയിൻ പള്ളി. ഇതിൻ്റെ അപ്പുറത്താണ് മെയിൻ പള്ളി. ഇതിൽ നമുക്ക് നേരെ അതേ പേരക്കമാങ്ങ മുറിച്ച് വെച്ചാൽ നല്ല കിട്ടില്ല. ക്ലൈമറ്റ് മാറിപ്പോയി കേട്ടോ. ഇന്നലെ രാത്രിയിൽ നമ്മൾ ഈ ഒരു സ്ട്രീറ്റിൽ കൂടിയൊക്കെയാണ് നടന്നു നോക്കാൻ. ഞങ്ങൾ എന്തായാലും കുറച്ചങ്ങോട്ട് നടക്കാൻ ശ്രദ്ധിച്ചാ അമ്മ 009 മാല കൊച്ചിനെ ശ്രദ്ധിക്കണം. മാല ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കരുത്. ഇത് മറ്റേ കിലുക്കത്തിനകത്ത് 009 പറയുന്ന പോലെ മാല പോകും. മനസ്സിലായോ? നിനക്കല്ല മനസ്സിലായോ? നല്ല കാര്യമാണ്. നിനക്കൊന്നും മനസ്സിലാവാത്ത കിട്ടില്ല ഡ്രസ്സാട്ടോ ഇന്ന് ചെറുക്കൻ ഇട്ടാക്കുന്നത്. ഉറങ്ങിപ്പോയി പാവം. നൈസായിട്ട് പാവം ലിബിന്റെ ചോളത്തായി ഈ കാണുന്ന ചൂട് കയറും. ചൂട് വേണ്ട, ഇപ്പം വേണ്ട, ചൂടില്ലല്ലോ, ഇപ്പം വെയിലില്ലല്ലോ. ഫൈനലി ഭക്ഷണം കഴിക്കാൻ ഞങ്ങളൊരു ഹോട്ടലെത്തി.
ലിവിനപ്പുറം ഇരിക്കുന്നു, ഞങ്ങൾ ഈ പേസ് ഓർപ്പിക്കണേ, മറന്നു. അവിടെ ഉണ്ടല്ലോ ചോറ് കിട്ടി. ചോറ്, പപ്പടം, അച്ചാറ്, ക്യാബേജ്, അവിയൽ. അതിൻ്റെ അകത്താ രസമുണ്ട്, മോരുണ്ട്, സാമ്പാർ, വിത്ത് വെള്ളം. ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ അവൻ ഞങ്ങൾക്ക് കൈ തരുന്ന ടാറ്റാ ടാറ്റാ. പോവാ കഴിച്ച് നോക്കൂ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. പരാജയമായിരുന്നു കേട്ടോ. ഇപ്പം തമിഴന്മാർ ഭക്ഷണം മേടിച്ച് കഴിക്കുന്നത്. ഇന്നലെ ഈ ഹോട്ടലിൽ ഞങ്ങൾ ഒരിക്കലും കേരളത്തിന്റെ പുറത്ത്, പിന്നെ ഇവിടെ റൂം നോക്കി, ഇതിൻ്റെ അപ്പുറം നോക്കി. ഇവിടെ വേണം നമുക്ക് എടുക്കാമായിരുന്നു, പിന്നെ ഞങ്ങൾ എടുത്തില്ല. ഇവനെ ഒരിക്കലും കേരളത്തിന്റെ പുറത്തോട്ട് കേരള ഫുഡ് കഴിക്കാൻ നിൽക്കരുത്. അതെ, ഒന്നാമത്തെ പൈസയും കൂടെ ഫുള്ളുമില്ല. ഫൈനലി നമ്മൾ നടന്ന് അങ്ങനെ കർത്താവിൻ്റെ തൊട്ടടുത്തെത്തി. മൈക്കിൾ കുട്ടി ഉറങ്ങിപ്പോട്ടോ. മൈക്കിൾ കുട്ടി എണീക്കണം. കർത്താവുണ്ടോ നമ്മളെ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ആശീർവദിച്ചത്? ഗൈസ്, ഇത് സത്യം പറഞ്ഞാൽ ആശീർവദിക്കാൻ സെറ്റപ്പാട്ടോ. വരുന്ന ആൾക്കാരെ എല്ലാം ഇങ്ങനെ കൈകൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു പോലത്തെ ഒരു സ്റ്റാച്ചു ആണ്. ഇതിലേട്ടോ നടന്നു വന്നേ. ഇതിലേ നടന്നു വന്നു ഈ പള്ളിയുടെ ഇവിടെ എത്തി. നമ്മൾ ഫസ്റ്റ് പള്ളിയിലെത്തി. ഇവനെ ഇവിടെ 3-4 പള്ളിയുണ്ട്. ലിബിനെ വേറെ കാര്യം ഒരു വട്ടം വന്നു. അല്ല, നീ വിചാരിച്ചേ ഇന്ന് തിരക്ക് കൂടുതലായിരിക്കുന്നില്ല. തിരക്കില്ല ഗൈസ്. നോക്കൂ, ഇന്ന് തിരക്കുണ്ടാവുന്നുണ്ടോ? നല്ല കാറ്റാ. ആരാ നീ ഞങ്ങളുടെ കൂടെ എല്ലാം ഒരു കൊല്ലം വന്നിട്ടുണ്ട്. ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യം ഞാൻ വരുന്നത്. ഞാൻ 2ാമത്തെ വട്ടം വരുന്നത്. അതെ, ഫൈനലി വലിയ പള്ളിയിൽ എത്തി കേട്ടോ. ആളൊന്നുമില്ല. ഇവിടെയാന്ന് തോന്നുന്നു മലയാളം കുർബാന ഉണ്ടായിരുന്നേ. ഇത് പുതിയ പള്ളി ഇത് ഇവിടെയാന്ന് തോന്നുന്നു മറ്റേ കുർബാന ഉണ്ടായിരുന്നേ. മലയാള കുർബാനയുണ്ട്, തമിഴ് കുർബാനയുണ്ട്. നോക്കി, ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലൊരു പള്ളി ആദ്യമായിട്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ വരുന്നത് 3ാമത്തെ ആണ്. ഈ ആൾക്കാർ വരുന്നത് 3ാമത്തെ പ്രാവശ്യമാണ്. നോക്കൂ, ഇത് 1ാം പള്ളിയാട്ടോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ കുർബാനയ്ക്കും, അത് മലയാള കുർബാനയ്ക്ക് വരുന്നത്. ഇവിടെ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ലിബി പോയേക്കാം. പോവാ. 2 പ്രാവശ്യം ഞാൻ പറയുന്നത് നല്ല ആളായിരുന്നു. അപ്പം പിന്നെ തന്നെ ആളില്ലാത്ത ഇത്ര ആൾ കുറവെന്നാ? ഒന്ന് ഉച്ച സമയം ആയതുകൊണ്ടാണോ? അപ്പം പറയുന്നത് നാളെ കഴിഞ്ഞും വരുമെന്ന് കേട്ടോ. പിന്നെ സ്കൂള് തുറന്നു. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച, ഞായറാഴ്ച, വെള്ളിയാഴ്ച ഇവിടെ തിരക്കുള്ളൂ. ഇന്ന് വെള്ളിയാ ലിബി? അന്ന് ഞായറാഴ്ചയും ശനിയാഴ്ചയും ആണോ? ഇല്ലായിരുന്നു. ഇപ്പോൾ തിരക്കേ ഇല്ല. എനിക്കൊന്നുണ്ടല്ലോ ഇപ്പം എല്ലാവരും ആൾക്കാരെല്ലാം റൂമിൽ, പിന്നെ രാവിലെ പള്ളി കുർബാന വന്നിട്ട് അവിടെ ഭക്ഷണമൊക്കെ വെച്ചിട്ടേ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇനി തിരക്ക് കൂടാനുള്ള സാധ്യത അല്ലേ? നേർച്ചയൊക്കെ ഉണ്ട് ഇവനെ. അത് വൈകിട്ടൊക്കെ 4 മണിയാകുമ്പോഴത്തേക്കും തിരക്ക് കൂടും കേട്ടോ. അത് ഉറപ്പാ. രാവിലെ എന്നാ തിരക്കായിരുന്നു അറിയാം ഇവിടെ. ഇപ്പം തിരക്ക് കുറഞ്ഞു. രാവിലെ പപ്പ പോയി കേട്ടോ മലയാള കുർബാനയ്ക്ക് വേണ്ടി. പപ്പ കുർബാനയ്ക്ക് പോയി. ഞങ്ങൾ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വൈകി പോയെന്നേ. ആൾക്കാരാ? ഇത് നിറച്ചു ആളായിരുന്നു കേട്ടോ പറഞ്ഞ. സാധനങ്ങളൊക്കെ മേടിക്കുന്ന പള്ളിയുടെ തന്നെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ പൈസക്ക് കുറവായിരിക്കും. ഇവിടെ രൂപം, അതുപോലുള്ള സംഭവങ്ങൾ, കൊന്ത, പിന്നെ പപ്പ വെള്ളം മേടിക്കുന്ന സ്ഥലം എവിടെയാപ്പേ? അപ്പുറം. പൈസ നോക്കാം. അതിവിടെ അല്ല കേട്ടോ. ഇവിടെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും. ഞങ്ങൾക്ക് പറ്റിയ സാധനങ്ങൾ, കൊന്ത, പിന്നെ വീട്ടിലേക്ക് വെക്കാനുള്ള രൂപങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ പൈസ കുറവ് കേട്ടോ. അപ്പോൾ മേടിച്ചോ. ഇവിടെ ഇത് അത്യാവശ്യം വലിയ രൂപമൊക്കെ ഉണ്ട് കേട്ടോ. വേളാങ്കണ്ണി മാതാവിൻ്റെ വലിയ രൂപം, പിന്നെ അതേപോലെയുള്ള കയ്യെ കെട്ടുന്നത്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നിനക്ക് ഏതാടി വേണ്ടേ അവരമ്മി? മമ്മിക്ക് ഏതാ വേണ്ടേ? നിനക്ക് ഏതാ വേണ്ടേ? എൻ്റെ ദൈവം മനസ്സിലുണ്ട്, അത് മതി. ഇവിടെ ഉണ്ടല്ലോ എല്ലാ സാധനങ്ങളും ഇല്ല. മെയിനിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടും. എനിക്ക് ഒരു സാധനം മേടിക്കണം, വണ്ടിയിലേക്ക് ഇടാനുള്ള സാധനങ്ങൾ മേടിക്കണം, നമ്മുടെ ടീറ്റിനെ പോളിലേക്ക്, പിന്നെ അതേപോലെ തന്നെ വീട്ടിലേക്കുള്ള സാധനം, അങ്ങനെ കുറച്ച് സാധനം മേടിക്കണം. പിന്നെ ഇവിടുന്ന് വെള്ളം കിട്ടും, അതായത് മാതാവിൻ്റെ വെള്ളം. അപ്പോൾ വെള്ളവും മേടിക്കണം കേട്ടോ ഇവിടുന്ന്. നമ്മൾ SS നെപ്പോളിയനും കൂടെ വന്നപ്പം ഇതാ നീന്തുന്നത്. ഇതല്ലേ നേർച്ച ഗൈസ്, ഇവിടെയാണ് നേർച്ച നടത്തുന്നത്. അന്ന് നമ്മൾ SS നെപ്പോളിയനും കൂടെ വന്നപ്പം നമ്മൾ മഴയത്ത് ഓടി കയറിയ സ്ഥലമാണ് ഈ സ്ഥലം കേട്ടോ. ഇവിടെയാണ് നൂല് കെട്ടുന്നത്. അത് എന്തിൻ്റെ ആയിരുന്നു അപ്പം? കല്യാണം നടക്കാത്തവർക്കോ? കല്യാണം നടത്താത്തവർക്ക് ലിബിന് ഇവിടെ നൂല് കെട്ടിയതാ. ഇനിയും കെട്ടൂല. ഇനിയും കെട്ടൂല. ഇല്ല. 6 പ്രാവശ്യം വന്ന പിന്നെ ഇവിടെ പല സ്ഥലങ്ങളിലും വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, ഈ സംഭവങ്ങളൊന്നും എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഞങ്ങളുടെ മൈക്കിൾ എണീറ്റാട്ടാ. മൈക്കിൾ ഇതാ നടപ്പ് തുടങ്ങി. ഇത്രയും നേരം വരെ ഭയങ്കര അലമ്പായിരുന്നല്ലേ ലിബിനെ? പാവൻ ലിബിൻ ബാഗ് തോളത്തിൽ. എവിടെയെന്നാ സംഭവം എന്നറിയാമോ? കൊച്ചു കരയുമ്പോ എങ്ങനെയാണെന്നറിയാം, രാവിലെ റൂമിലായിരുന്നു ഉറങ്ങിയപ്പോ, അപ്പൊ ഏറ്റപ്പം പള്ളിയിലെത്തി. കൊച്ചിനെ മനസ്സിലാണ്ട് എന്തെങ്കിലും. അതൊരു ശരിയായ കാര്യം കേട്ടോ. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് അവിടെയാണോ ലീന ഹോളി വാട്ടർ മേടിക്കാൻ വേണ്ടേ? അവിടെ ഉണ്ടോ അപ്പാ? ബാബാ ഹോളി വാട്ടർ മേടിക്കാൻ പോവാ.
എടാ വെള്ളമല്ല കേട്ടോ, ഹോളി വാട്ടർ മാതാവിന്റെ വെള്ളം. നീ ഓർക്കുന്നില്ല നമ്മുടെ പച്ച കുപ്പിക്കകത്ത് എനിക്ക് മനസ്സിലായി, നമ്മളന്ന് ഓടിക്കേറി അന്ന് ഞങ്ങൾ നീ ഓർക്കുന്ന അഭിരാമി വെള്ളം ദൈവത്തിന്റെ ശുദ്ധമായ വെള്ളം, പരിശുദ്ധമായ വെള്ളം. അങ്ങനെ അഭിരാമി എടി നമ്മൾ ഓർക്കുന്നില്ലേ അന്ന് ഇവിടെ നമ്മളെല്ലാരും കൂടെ അന്ന് മഴയത്ത് ഓടിക്കേറി. അന്ന് നിന്റെ വയറ്റിലായിരുന്നു മൈക്കിള്. ഇന്ന് മൈക്കിൾ ഇതേ ഓടി നടക്കുന്നു. നോക്കിയേ മൈക്കിളെ മാത്രം ചിരിയൊക്കെ ഉണ്ട് കേട്ടാ. എന്നമ്മേ മൈക്കിളിന് ദൈവമേ അന്നൊക്കെ എന്തൊരു തിരക്കായിരുന്നു. ഇന്നൊരു ഇത് സ്കൂൾ അടിച്ച സമയത്ത് ഇങ്ങോട്ട് വരണം തിരക്കിന്. പിന്നെ നമ്മുടെ ക്രിസ്മസ്, ഈസ്റ്റർ ആ സമയങ്ങളിൽ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇവിടുന്നാണ് കുപ്പി മേടിക്കേണ്ടത്, എന്നിട്ട് വേണം ഇവിടുന്ന് വെള്ളം നിറയ്ക്കാൻ വേണ്ടി. വേളാങ്കണ്ണിയിലെ മെഴുതിരി ഭയങ്കര അച്ചിട്ടുള്ള സംഭവം. വേളാങ്കണ്ണിലെ മെഴുതിരി അത് 5-6 മേടിക്കാൻ. ഗൂഗിൾ പേ സ്കാനർ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കേട്ടോ, ഓൺലി ക്യാഷ്. സ്കാനർ മേടിച്ചാല് ഇത് മലയാളത്തിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് തന്നെ ഒരു ദിവസത്തെ ദ്വീപുകാരന് പൈസയാപ്പേ. കുർബാനയ്ക്കുള്ള പൈസ 150 രൂപ കേട്ടോ, വളരെ കുറവാണ്. ഞാൻ പള്ളിയുടെയാന്ന് മനസ്സിലായി. നോ ഓൺലൈൻ പേയ്മെന്റ്, ഓൺലി ക്യാഷ്. ലിവിനെ പൈസ ഗൂഗിൾ പേ അങ്ങനത്തെ സാധനം വെക്കാത്ത അവനോട് അപ്പുറം കൊണ്ട് വിടുമെന്ന് ചോദിക്കാം. അയ്യോ അത് ഫുള്ളായി പോയി. ഓഡിയോ വിഷ്വൽ ഹാളുണ്ട്. അതായത് വേളാങ്കണ്ണി മാതാവിൻ്റെ ഹിസ്റ്ററി പറഞ്ഞിരുന്ന ഒരു സംഭവം. അതായത് 10 മണിക്ക് തമിഴ്, 11:30 മലയാളം, ഹിന്ദി, തെലുങ്കു ഓൺലി ഫോർ ദി ഗ്രൂപ്പ്. മിനിമം 50 മെമ്പേഴ്സ് എങ്കിലും വേണം. അപ്പം മലയാളം തമിഴിനുള്ള അപ്പം ഇവിടെ മലയാളത്തിലാണ് പ്രിഫറൻസ് കൂടുതൽ. നമ്മുടെ മലയാളികൾ. അയ്യോ കൊച്ചിനെ എന്തിനാ താഴെ ഇറക്കിയ, അത് മേളിൽ കയറ്റിയ, താഴെ ഇറക്കടാ. മൈക്കിളിന് തോളത്ത് കയറി കഴിഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് മൈക്കിളിനെ ഞങ്ങൾ താഴെ ഇറക്കി നടത്തുക. കുറച്ചങ്ങ് നടന്ന് ഏല് കിട്ടി നിറഞ്ഞാൽ പിന്നെ സർക്കസാണ്. ആശാൻ്റെ ഇഷ്ടത്തിനുള്ളത് ചെയ്യും. പിന്നെ ഒരു 150 രൂപയുടെ വാച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മേടിച്ചു കൊടുത്തായിരുന്നു. അത് എപ്പോഴും കണ്ട നടന്ന് ഏല് കെട്ടി പിന്നെ അവൻ്റെ തോന്നിയ ദിവസം കാലൊക്കെ നീട്ടി വെക്കുക, കിടന്ന് കാറുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ വേളാങ്കണ്ണി വന്നിട്ട് ഇത്ര ആൾക്കാർ കുറവ് കാണുന്നത്. മമ്മി ആദ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. മമ്മി 2ാമത്തെ പ്രാവശ്യം കേട്ടോ. മമ്മി ഇപ്പം നേർച്ചയുണ്ട്, മമ്മി വലിയുന്നുണ്ടെന്ന് പറഞ്ഞേ. വീണ്ടും നടക്കുവാണോ? പപ്പയുടെ കയ്യിൽ ഓടിപ്പിടിച്ചേ. ബഗ്ഗിക്ക് കയറണമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ അവിടുന്ന് ഫുള്ളായി. അപ്പോൾ ഇപ്പം ബഗ്ഗി കിട്ടി. ഇവിടെ ഫ്രീ സർവീസ് കേട്ടോ. അതായത് ഇവിടെ ഉള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ ഒരു ബഗ്ഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നമുക്ക് അപ്പുറം വരെ നമ്മളെ കൊണ്ടുവിടും. ഇത് കൊള്ളാലോ. ലിവിനെ പറ്റിപ്പോയിരുന്നു. കൊച്ചിന് പാല് മേടിച്ചില്ല, അതേപോലെ തന്നെ നമ്മൾ ATM പൈസ എടുത്തില്ല. ഇല്ല ഒന്നും നടക്കൂല ഇവിടെ. ഗൂഗിൾ പേ, ഫോൺ പേ ഒന്നും എടുക്കൂല. ഇതേ ഇരിക്കുന്നു എടുക്കില്ല ഇവനെ. മൈക്കിളെ വണ്ടി കിട്ടിയാലും എൻ്റെ അത് കയറി. മൈക്കിളെ നടുക്കിരിക്കുവാണോ? ഇത് വരുന്നില്ലടാ, വാട മൈക്കിളെ. എടാ നമ്മുടെ വണ്ടി അല്ല, അതങ്ങനെ ഒരു സാധനം. ഇടയ്ക്കിടയ്ക്ക് മൈക്കിൾ ഇങ്ങനത്തെ കുറച്ച് സർക്കസും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അത്ര കയറാൻ വേണ്ടി പോവാ. എടാ മോനെ, അത് നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുപോയിട്ടൊരു വണ്ടിയാ. ഇത് വണ്ടി വന്നതിന് കരയുന്നു. അതോ വണ്ടി വന്നതിന് കരയാതെ. ഒന്നും ഓൺലൈൻ പരിപാടികളൊന്നുമില്ല കേട്ടോ. ഇതെന്താ ഇത് ഓൺലൈൻ ഇതില്ലല്ലോ, ഗൂഗിൾ പേ. ATM വന്നു, പൈസ എടുക്കും കേട്ടോ. ഇവിടെ പൈസ ഇല്ലാതൊരു കേസ് കെട്ട് നടക്കൂല. ഓൺലൈൻ പേയ്മെന്റ് മിസ്സിബുഷിയാണോ? അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. 500 രൂപ ലിവിൻ മമ്മിക്ക് കൊടുത്തോട്ടോ. എന്നാ കൊണ്ടുപോ. അഭിരാമിക്ക് നേർച്ചിടാൻ വേണ്ട. അതെത്രയാ? 500. എന്നാ നിനക്ക് 500, എല്ലാവർക്കും 500. മൈക്കിളിനില്ല. ഏതാ? അന്ന് 500 കൊണ്ട് കൊടുക്കട്ടെ. അത് അപ്പൻ്റെ നിന്ന് മേടിച്ചാൽ 500 കൊണ്ട് കൊടുക്കാം. അപ്പനെ ഇവന് കയ്യിൽ നിന്ന് പിന്നെ ഇത് പോകുമ്പോൾ തുപ്പലൊട്ടിച്ചൊക്കെ പ്രശ്നം കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാനും അമ്മയും അപ്പനും ലിബിനും അഭിരാമി, അന്ന് മൈക്കിളില്ല. ഇത് ഈ കാണുന്ന പാർക്കിങ്ങിലാണ് നമ്മുടെ SS നെപ്പോളിൽ നിർത്തി ഇവിടെ കിടന്നുറങ്ങി. ഇവിടെ നിന്നാണ് നമ്മൾ പള്ളിയിൽ പോയത്. ഇവിടെ അതേപോലെ തന്നെ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഭക്ഷണമൊക്കെ വെച്ച് ഒരു പള്ളി കാണുന്നു, പോയി വരുന്നു. അല്ലടാ ലിവിനെ? പറഞ്ഞ കാര്യം കേട്ടോ. എടാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ ലിവിനെ ഇത് ആ മൂലയ്ക്ക് കൊണ്ടിട്ട് അവിടെ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ രാത്രി ഓടിച്ചു പറഞ്ഞു. ഇല്ല, നമ്മൾ രാത്രി ഇവിടെ കിടന്നുറങ്ങി. എനിക്ക് തോന്നുന്നു ഇവിടെയല്ല, നമ്മളെ ഒരു രാത്രി ഇവിടെ കിടന്നുറങ്ങി. കന്യാകുമാരിയാണ് ഞങ്ങൾ ഓടിച്ചത്. ഇവിടെയല്ല, കന്യാകുമാരി പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന്. കന്യാകുമാരി പള്ളി ഫ്രണ്ടിൽ നിന്ന് ഞാൻ ലിവിന് വണ്ടി പാർക്ക് ചെയ്തപ്പോൾ 4 വർഷം മുമ്പേ ഞങ്ങൾ അവിടുത്തെ കൈക്കാരനെ ഓടിച്ചു. അവിടെ പുള്ളി ആയിരിക്കുമല്ലോ. കുക്കിങ് ഇതുണ്ടോ? ഇവിടെ കുക്കിങ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആൾക്കാർ ഭക്ഷണം വെക്കുന്നു.
അങ്ങനെയുള്ള എന്താ പറയുക, ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ വെഹിക്കിൾ ബ്ലെസ്സിങ് ടൈം. ഇവിടെ സമയമുണ്ട് കേട്ടോ, വണ്ടി ബ്ലെസ് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെയാണ്. അറിഞ്ഞില്ലല്ലോ. ഫ്രീ ബ്ലെസ്സിങ് ടൈം. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് ഉണ്ട്. പപ്പയ്ക്ക് കേട്ടോ കറക്റ്റ് അറിയാം, അതുകൊണ്ട് പപ്പയുടെ പുറകെ പോവാം. പപ്പ മൈക്കിളിനെയും കൊണ്ട് പപ്പ പോയി. കേട്ടില്ല, നീ ഒന്നുകൂടെ പറയാം. അടുത്ത് കോളനി 1500 രൂപയുടെ സാധനം. എന്നമ്മേ എന്നമ്മേ അതിനാ ഗൈസ് വേറെ ഫ്രണ്ടിലേക്ക് പപ്പ മൈക്കിൾ അങ്ങ് എത്തിട്ടാ. ഇത്ര നാളും വന്നിട്ട് ഇങ്ങനെ സംഭവം ഇവിടെ കണ്ടില്ല കേട്ടോ. ഇതാ മൈക്കിളെ പ്രാവ്. ഏതിതാ മൈക്കിളെ പ്രാവ്. മൈക്കിളിന്റെ നോട്ടം കൊള്ളാം. ഇനി അടുത്തത് മൊയിലും കോഴിയും ഒരുമിച്ച്. എന്തത്? അങ്ങനെ ആയിരിക്കും. മൈക്കിളെ കണ്ടാടാ മൈക്കിളെ? ഏതാ? അടുത്ത ഇത് വേറൊന്ന് സാധനമാടി. അവര് ലവ് കൂടി വേണ്ട രണ്ടുപേര് തന്നെയായി. അതെ, ഇതുണ്ടോ തത്തമ്മ അല്ലടി, ലവ് വേർഡ്സ് പോലത്തെ സാധനം. കുഴി. അപ്പം മീനില്ലേടാ മോനെ? ഇവിടെ എല്ലാം പല സൈസ് കിളികളും സംഭവം. ഇവിടെ അക്വേറിയം, മീന്, മുയല്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെന്നാ, ഇതെന്താ പ്രത്യേകതരം എലിയാ. എലി വീട്ടിൽ വളർത്തുന്ന എലി. ഞങ്ങൾ നടന്ന് അടുത്ത പള്ളിയിലെത്തി. ഇവിടെ കുർബാന നടക്കും കേട്ടോ. തമിഴിലുള്ള കുർബാനയാണെന്ന് എനിക്ക് തോന്നുന്നു. തമിഴ് കുർബാനയാണ്. തമിഴ് കുർബാന കേട്ടോ. അവിടെ അച്ഛൻ കുർബാന ചെല്ലുന്നുണ്ട് കേട്ടോ. പൂമാലയും പിന്നെ മാതാവിന് കത്തിക്കാനുള്ള മെഴുകുതിരി, ഇത് രണ്ടും ഇവിടുന്ന് മേടിക്കാം കേട്ടോ. എവിടുന്ന് മേടിച്ചു? പള്ളിയുടെ ഒരു സാധനങ്ങൾ മേടിക്കാൻ സ്റ്റാളിൽ കയറി. ഇവിടെ ഞാൻ 2-3 സാധനം ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. സ്വർണ്ണക്കൊന്ന എന്ത്? വെള്ളിക്കൊന്ന. വെള്ളിക്കൊന്ത മേടിക്കാനാണ് ഞാൻ. ഇതിൻ്റെ സോപ്പിംഗ് സംഭവം പോലെ കേട്ടോ. ഭയങ്കര പൈസ കേട്ടോ. ഞാൻ ഈ സാധനം മേടിച്ചത് 250 രൂപയ്ക്കാണ് മാഹിയെന്ന്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇവിടെ 450 രൂപ. അങ്ങനെ ഒന്നുമില്ല. ഇവനെ എന്നാ മേടിക്കേണ്ടവർ ഇവിടെ നിന്ന് മേടിക്കും, അത് ഇവർക്ക് അറിയാം. അതെ, ആളില്ല കേട്ടോ. ആളില്ല. ആൾക്കാർ വളരെ കുറവാണ്. വൈകിട്ടാകുമ്പത്തേന് നീ നോക്കിയോ, നമ്മൾ വൈകിട്ട് ഉരുളാൻ വേണ്ടി വരില്ല അപ്പൻ. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാൻ നേരത്തെ നല്ല തിരക്കായിരിക്കും. ഉരുളുന്നുണ്ടോ വൈകിട്ട്? ആണോ? വൈകുന്നേരം വരാം, രാത്രിക്ക് വരാടി അല്ലേ? അപ്പ എന്തിനാ വിഗ് മുടി അപ്പന്? തള്ളക്ക് വിഗ് മുടിയുടെ ആവശ്യമൊന്നുമില്ല. മമ്മി നല്ല രീതിയിൽ കാർക്കൂന്തലുള്ള അമ്മേനെ കാണാൻ എന്നാ സുന്ദരിയാ. അങ്ങോട്ട് പോകണ്ട, അവിടെ എല്ലാം പൈസ കൂടുതലാ. ഞാൻ ചോദിച്ചു. എന്റെ പൊന്നെ, നമ്മുടെ നാട്ടിലെ പൈസ നമുക്ക് ഇരുട്ടിന്ന് വാങ്ങാം. അതേറ്റവും ലാഭം. എല്ലാരും ദുബായിൽ നിന്ന് വരുമ്പോ, എല്ലാവരും യൂസ് നിന്ന് വരുമ്പോഴേ അല്ല അവിടെ ഭയങ്കര പൈസ വരാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് എല്ലാവരും ഇരുട്ടി വന്നിട്ട് മേടിച്ചിട്ട് പോവാ. അതുപോലെ നമുക്ക് മേടിക്കാം. നേരം വെളുത്തിട്ട് ഇതുവരെ പാല് കൊടുത്തില്ല. അപ്പം പാൽ അവിടെ നിന്ന് മേടിച്ചു. ഞങ്ങൾ ഇവിടുന്ന് നാരങ്ങാവെള്ളം കുടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പാല് കുടിച്ചിട്ടില്ല അവന് ഇതുവരെ. ദാഹിക്കുന്നുണ്ടോ ചെറുക്കന്? ലിബി പാല് കിട്ടിയോടാ? കഴിച്ച് നോക്കൂ. ലിബിയോടെ പാല്, ലിബിയോടെ നിൽക്കുന്ന അവിടെ ഉള്ളിവട വറക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. ഞങ്ങളൊരു കടയിൽ കയറി. ഞങ്ങൾ 2 ഇതേപോലത്തെ മാല വാങ്ങിച്ചു. 2 പിന്നെ ഇതെണ്ണം മേടിച്ചു. പിന്നെ മമ്മി ഒരു സ്വർണ്ണത്തിൻ്റെ പോലത്തെ ഒരു ഇത് മേടിച്ചു. പിന്നെ മൈക്കിളിന് എന്തെങ്കിലും മേടിക്കുന്നുണ്ടോ? മേടിക്കണ്ടോ അവരാമി? ഇല്ല. ഗൈസ് നോക്കി, ഇത് മലയാളികളുടെ തന്നെ കടയാ കേട്ടോ. പുള്ളിയുടെ പേരെന്നാ? പേര് സജേഷ്, വയനാട്. മാറി ദൈവമേ, അത് വലിച്ചു പൊട്ടിച്ചാണ് കേട്ടോ. ഇറങ്ങി സാധനത്തെ കയറി പിടിച്ചു. അടിപൊളി. എങ്ങനെയുണ്ട്? ഇവനെ നമ്മള് വേറെ കാര്യം എല്ലാ സാധനം മഞ്ഞ കയറി പിടിച്ചു. ആ ഒരു കയ്യിലിരുന്ന സാധനത്തിന് ചെറിയ ഐസ് ഉണ്ടായുള്ളൂ. അടിപൊളി. മാല മേടിച്ചു കൊടുത്ത ഒരു മുത്തിതാ, 2-3 മുത്തിതാ. ഒരെണ്ണം അമ്മയുടെ കയ്യിലിതാ. അങ്ങനെ 30 രൂപയുടെ മാല ഇവിടെ തന്നെ ചിന്ന ഭിന്നമായി തകർന്നിരിക്കുന്നു. ഒരു കടയിൽ കയറിയിട്ടുണ്ടല്ലോ, വണ്ടി മേടിച്ച് കൈ പിടിച്ച്. അവൻ റഷ്യയുടെ ആളാ. ലിബി ഒരു കമ്മൽ വാങ്ങിച്ച്, ഇവിടെ ഒരു കമ്മൽ വാങ്ങിച്ച്, പിന്നെ ഞാന് കുറച്ച് മോതിരം വാങ്ങിച്ചു. കൊന്തമാല, അമ്മയ്ക്ക് സ്വർണത്തിന്റെ കൊന്തമാല മേടിച്ചു തന്നു. അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല 916 ആണോ അത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞില്ല. സ്വർണ്ണ കളറ് പോലത്തെ. പപ്പയ്ക്കും കുറെ സാധനം മേടിച്ചു കൊടുത്തു. പപ്പ ഇങ്ങനെ മറ്റേ
ഉത്സവപ്പറമ്പ് അഴിച്ചുവിട്ട് പിള്ളേരെ പോലെ ഇങ്ങനെ കറങ്ങി നടക്കും ഓരോ കടയിൽ. ഇപ്പോൾ അപ്പനെ പിടിക്കാൻ പോക്കാണ് ഞങ്ങളുടെ പരിപാടി. പിടിക്കണമെന്നുണ്ടായിരുന്നു. പപ്പ രൂപ മേടിച്ചു. മാതാവിൻ്റെ 500 രൂപ. അല്ല അതിൽ ഞങ്ങൾ നടന്ന് അങ്ങനെ കടലിൻ്റെ അടുത്തെത്തി. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. പല ടൈപ്പ് മീൻ, ഞണ്ട്, ചെമ്മീൻ ഇതൊക്കെ പറഞ്ഞ് ഞാൻ റെഡിയാക്കി. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. ഇതൊന്നും നമുക്ക് വെച്ച മീനല്ല കേട്ടോ. ഒരെണ്ണം ഉണ്ട് നല്ലത്, നെയ്മീൻ. ഈച്ചല്ലേ? ആ കൊച്ചിന് മേടിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് കറങ്ങി കാണാം. ബാലിബി ഈ കാണുന്ന റെസ്റ്റോറൻറ്റുകൾ നമ്മൾ വീതിച്ച് നേരെ ഫ്രണ്ടിലേക്ക് കൊണ്ടു. എല്ലാം കച്ചവടങ്ങളാട്ടോ. പപ്പ ഒരു സൂത്രം കാണിച്ചിരുന്നോ? മേടിച്ചു. നീ കടയിൽ ചെന്നിട്ട് പറഞ്ഞു ഉള്ളിൽ ഈച്ചിരിക്ക നീങ്ക പോങ്ക. അതല്ലടാ, ഇത് കണ്ടോ? ഇത് കശുമാങ്ങപ്പഴം. ഇത് കശുമാങ്ങപ്പഴം. ആ ഗോവയോ? ആ ഗൈസ് നയിക്കാൻ നല്ല ഒന്നാന്തരം സാധനം. ഇവിടെ കരിക്ക് കച്ചവടങ്ങള് ഫുള്ള് കൺജസ്റ്റഡ് ആട്ടോ. കൺജസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺജസ്റ്റഡ് ആണ്. എടാ ലിബിനെ ഇങ്ങ് ഒരു സൂത്രം കാണിച്ചു തരാം. ഇങ്ങൊന്ന് സൂത്രം കാണിച്ചു തരാം. വാ, മറ്റേ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്ന കാണിച്ചു തരാം. വാ, ഇത് പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്നത് ഗൈസ്. ഇത് കണ്ടോ, അവനൊരു സാധനം ഇത്ത വെച്ച് ഇങ്ങനെ കറക്കി ഇത് എണ്ണ കേട്ടോ. എന്നിട്ട് ഇവിടെ ഇട്ട് ഇങ്ങനെ കറക്കി ശരിയാക്കി തരും. ഇത് എത്ര? 50 രൂപയാ? 50 രൂപ. ഇതേ പിള്ളേരെ കറക്കണ സാധനം. എൻ്റെ ദൈവമേ, ജനങ്ങളെ നോക്കിക്കേ. കാല വെള്ളം തട്ടിയാൽ പണി പാല് കിട്ടോ. എന്നാ ജനം നോക്കിയേ, ജനം നോക്കിയേ എന്തോരെയാന്ന്. സമ്മതിക്കണം കേട്ടോ. ഈ കടലിൽ ഇറങ്ങുന്നത് ഒരു തിര വന്നു കഴിഞ്ഞാൽ എല്ലാം കൊടുത്തിട്ട് പോയില്ലേ? അപ്പുറം വരെ ആ പിള്ളേർ നിൽക്കുന്നത് അവിടം വരെ ആണോ? എനിക്ക് തനിയായിട്ട് ഞാൻ പോകാം. അതെ ശരിക്കും നമുക്ക് പോവാൻ പറ്റും. പക്ഷെ ശരിക്കും പോയി നമ്മൾ പോയി പോണ്ട. മൈക്കിളെ കടല് കണ്ടോ? മൈക്കിൾ ആദ്യമായിട്ടല്ലേ കടല് കാണുന്നേ? ആ മൈക്കിൾ രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ. ഞങ്ങൾ വന്ന് പെരിയ ആളുങ്ക നോക്കൂ, എന്താ മോതിരം വാങ്ങിച്ചതിന്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇത് മുറിച്ച് കളയാൻ മറന്നുപോയി. 30 രൂപ ഒരെണ്ണത്തിന്. അതെ, എത്ര രൂപ? എത്ര? 10,000. പെരുസാന ആളുങ്ക. ഉങ്ങൾ പെരുസാന ആളുങ്കളാ. അവസാനം ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാം അല്ലേ? ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും രാത്രിയില് കയ്യിൽ നിന്ന് ക്യാമറ വിടണ്ടായിരുന്നു. ക്യാമറ വിട്ടുകൊണ്ട് ഒരു ബാഗും കിട്ടി, ഒരു കൊച്ചിന്റെ വണ്ടിയും കിട്ടി. സൈക്കിൾ കൂട്ടി നടന്നു വരുമ്പോഴേക്ക് ഇതിലേ പോവാ. ഇല്ലെന്നേ, വഴി മാറിയെന്ന്. നീ എന്താ പറയാ? നമുക്ക് ഇതിലേ പോവാം. പള്ളിയുടെ കയ്യിലല്ലേ പോന്നേ? ആയിക്കോട്ടെ, ഇതിലേ അങ്ങ് പോവാ. എന്നാ വാ. ഇല്ലെങ്കിലും പോയാ പോരെ. മൈക്കിളെ എങ്ങോട്ടാ? ശരിയാ, ഇതിന്റെ അപ്പുറത്തെ ഗല്ലിയാ. അപ്പുറത്തോട്ട് കടന്നാ മതി. ഇത് ഗല്ലി അല്ല, തമിഴ്നാട്ടിൽ ഇത് சொல்லுന്നത് ഗല്ലി നല്ല പറയാം തമിഴ്നാട്ടില്. ഇത് ഹിന്ദി അല്ലല്ലോ, തമിഴ്നാടല്ലേ. 2 രൂപ 2 ഇതും കിട്ടിയപ്പോൾ പുള്ളിയുടെ വാ തുറന്നു കേട്ടോ. നേരത്തെ രാവിലെ പണങ്ങി പോയതാ പുള്ളി. അമ്മയാണോ അപ്പനാണോ പണിപ്പോയെന്ന് എല്ലാവർക്കും അറിയാം. അതായത് രാവിലെ പുള്ളി പണങ്ങി പോയി. എന്നാ കാരണം അറിയാമോ? റെന്റിന് പാത്രം കൊടുക്കുന്നുണ്ടോ? എന്നാ പ്രശ്നം വെച്ചാൽ പുള്ളിയിൽ നമ്മൾ 500 ഇതിന് കടം മേടിച്ചായിരുന്നേ. അപ്പൊ 500 കടം മേടിച്ച് അതിന് പലിശ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നം തുടങ്ങുന്നത്. എന്തിനാ രാവിലെ പണിയിപ്പേ? ആണോ? അതിനാ എന്റെ തങ്കപ്പെട്ട അമ്മയോട് എല്ലാരും ഇങ്ങനെ പറഞ്ഞ കാര്യമുണ്ടോ? സൗന്ദര്യം ഒഴുകുന്ന മമ്മി. സുന്ദരിയാണ് മമ്മി. സുന്ദരി സുശീല. ഇന്നലെ അമ്മ ഉമ്മ കൊടുത്തു, അപ്പന്റെ ചുണ്ട് പൊട്ടി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ മൈക്കിളിന് ഇത് വേണമെന്ന്. ഹായ്, മൈക്കിളിന് കളിപ്പാട്ടം. അടിക്കടാ അടിക്കടാ അടിക്കടാ. അടിച്ചോ അടിച്ചോ. കഴുത്തില് തൂക്കിട്ട് അത് എന്റെ അമ്മ എന്നെ അമ്മ ദോശ കൊടുത്തു, ചെണ്ട കിട്ടിയിട്ടും. അതായത് ഇവന്റെ കാർട്ടൂണൊക്കെ ഇവന്റെ കാർട്ടൂൺ കണ്ട് ഞങ്ങൾ എല്ലാരും ഇത് കൊട്ടുന്നോ ലിബിനെ. ഇത് നോക്കിയേ, ഇത് നോക്കിയേ. അമ്മ പാടാൻ കൊട്ടട്ടെ. പാടമ്മേ. അപ്പൊ ഇതിനൊരു വള്ളി കാണുന്നില്ല കേട്ടോ.
ഒരെണ്ണം എന്തിയെ വാ വള്ളിയില്ല. പോ. മഹാരാജാവ് മൈക്കിൾ ഇതാ എഴുന്നള്ളുന്നേ. ഡും, ഡും, ഡും. മഹാരാജാവ് മൈക്കിൾ ഇതാ എഴുന്നള്ളുന്നേ. അടിച്ചോ അടിച്ചോ. വേറെ ഉണ്ടായിരുന്നില്ല. അപ്പം നിന്നാ ഇത് രണ്ടും കൊണ്ട് അടിക്കുന്നു. ഇത് രണ്ടും കൊണ്ടൊക്കെ അടിക്കുന്നു. 2 കമ്പിനൊക്കെ അടിക്കുന്ന ആള്. അതെ അടിച്ച് പൊട്ടിക്കുവാണോ? അപ്പൊ വൈരാഗ്യത്തോടെ അടിക്കുന്ന പോലെയാണല്ലോ. ആ ഒരു സൈസ് പുട്ട്, റാഗിപ്പുട്ട്, അരിപ്പുട്ട്. നമുക്ക് കൊച്ചിന് വാങ്ങണോ? പുട്ട് വേണോ കൊച്ചിന്? റാഗിപ്പുട്ടുണ്ട്, പഞ്ചസാര ഉണ്ട് അതിൻ്റെ കൊടുത്തിട്ട് തരാം. എത്ര അമ്മ പുട്ട്? 2 മേടിക്കാടി കൊച്ചിന്. കൊച്ചിന് വാങ്ങണോ? ഇതുണ്ടോ പുട്ടുണ്ടാക്കുന്നു? പുട്ട് വാങ്ങാം. മൈക്കിൾ വന്നു. ഡും ഡും ഡും. ഇവർക്ക് വേണ്ടെന്ന് വാ നമുക്ക്. അപ്പാപ്പാ കൊട്ടാൻ കൊടുക്ക അപ്പാപ്പാ. അവന് കൊട്ടണം ഇപ്പം. നീ ഒന്ന് ഓടിക്കാം. നീ കൊട്ടും. 2 പേർക്കും കൊട്ടണം. അടിപൊളി. കൊണ്ട് കൊട്ടു. 2 പിടിച്ചു വാങ്ങിയോടാ. പിടിച്ചു വാങ്ങിയാ 2 പിടിച്ചു വാങ്ങി എടുത്തു. മൈക്കിൾ ഇപ്പോഴൊരു സന്തോഷം കിട്ടും. നമുക്ക് 2 ഒരുമിച്ച് കൊട്ടാ. നിന്റെ എടുക്ക്. എന്നെ വിളിക്കുന്നേ. 2 പേരും ഗ്യാപ്പിട്ട് കൊട്ടാ കേട്ടോ. 5 മിനിറ്റ് ഗ്യാപ്പിട്ട് കൊട്ടാ. വാ വാടാ ദിവ്യ. നല്ല ചൂടാട്ടോ. വലിയ ഇതൊന്നും കാണാനില്ലെങ്കിലും, അതായത് എന്താ പറയുക, വലിയ വെയിലൊന്നും കാണാനില്ലെങ്കിലും നല്ല രീതിയിൽ ചൂടാണ്. ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് വൈകുന്നേരം വേണ്ടത്. ചക്ക 2 തരം ചക്ക വിൽക്കാൻ വെച്ചിരിക്കുന്നു. എന്നാ ഉപ്പിട്ട് നാരങ്ങ വെള്ളമല്ലേ? വാ മേടിച്ചുതരാം. വാ മേടിച്ചുതരാം. അയ്യോ അഭിരാമിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം തലയിറക്കം വരും കേട്ടോ. അപ്പോൾ അവളുടെ നമ്പറാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് കെട്ടിപ്പിടിക്കാൻ വേണ്ടി. അമ്മ പറയുന്നത് എന്നെ നടവന്നാ. ഞാൻ ആരെയൊക്കെ എടുക്കണം? അമ്മേനെ എടുക്കണം, ഭാര്യേനെ എടുക്കണം, മകനെ എടുക്കണം, അപ്പനെ എടുക്കണം. ഇതിനകത്ത് ഏറ്റവും വലിയ ശല്യം അപ്പനാട്ടോ. എൻ്റെ പൊന്നോ, ഒരു രാഷ്ട്രീയ പാർട്ടിനെ കൊണ്ടേ നടക്കുന്ന പോലെ വേണം അപ്പനെ കൊണ്ടു നടക്കാൻ വേണ്ടി. അഭിരാമിനെ ഇനിയിപ്പോ ചെമ്പിലേക്ക് അതിപ്പോ വീഡിയോ ഉള്ള കാരണം സാധാരണ ഞാൻ തല കറക്കിപ്പോട്ടല്ലോ അവിടെ എന്നാ ഒരു രക്ഷയില്ല. നമ്മള് ചെണ്ടോട്ടുകാരൻ നടത്തടി. എടി നടക്കാനാണ് അവൻ നടക്കട്ടെ. അവൻ നടക്കേണ്ട പ്രായം. അവന് കയ്യപ്പടി. പോവാം. മൈക്കിളിന് നടക്കേണ്ട പ്രായം. അവന് നടക്കട്ടെ. ഇനിയിപ്പോ നമ്മള് ഒരു 7-8 മണിയാകുമ്പോ ഇറങ്ങും. മമ്മി ഉരുളുന്നുണ്ടോ അമ്മ? പപ്പ വലിയുന്നുണ്ടോ അപ്പ? ഇവർക്ക് എല്ലാവർക്കും നേർച്ചയുണ്ട്. കുളിച്ചിട്ട് വേണം പോവാൻ. എന്നിട്ട് രാത്രി ചെയ്യുന്ന നല്ലത് കേട്ടോ. എടി നീ ചെയ്യുന്നുണ്ടോ? നിനക്ക് നേർച്ചല്ലേ? ഓ അഭിരാമി വലിയുന്നുണ്ടോ? 3 പേര് വലിയുന്നുണ്ട്. അപ്പൊ കൊച്ചിനെ നോക്കാൻ എനിക്കില്ല. ഞാൻ കൊച്ചിനെ നോക്കിക്കോളും. ഞാൻ ഉരുളുവാണ്. ഞാൻ ഉണ്ട്. മുട്ടും ഉരുളുവല്ലേ? നല്ല കിടില നാരങ്ങോളം കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ. ഞങ്ങൾ ഈ താമസിക്കുന്ന തൊട്ടടുത്താണ് ഇത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കഴിച്ച് നോക്കൂ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ നാരങ്ങ കുടിക്കാൻ വന്നേക്കോ കേട്ടോ. മമ്മി ചായ വേണം? വേണമെങ്കിൽ ചായ മേടിച്ചു തരാം. ഇവിടെ കണ്ട അപ്പം വേണം. അതെ ആള് പിടിച്ചെടുക്കുന്നു. നെച്ചാടന്മാര് തന്നെ. ഈ പെണ്ണിനെ വലിച്ചിട്ടു കേട്ടോ. അപ്പം എന്നാ മോനെ ചെണ്ട കൊട്ടാഞ്ഞിട്ടാ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ സൂപ്പറാട്ടോ. അടിപൊളി. നിങ്ങൾക്ക് കിട്ടിയില്ല? എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ മൈക്കിലോട്ട് ഇത് കുടിക്കട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായത്. വേറെ ആരും കുടിപ്പിക്കുമല്ല, അവൻ കുടിക്കുകയും ചെയ്യും. കുടിക്കുമല്ല, അഭിരാമിയുടെ ദേഹത്ത് മൊത്തം എത്തിയെന്ന് മാത്രം. വെള്ളം കുടിച്ചു. പുറത്ത് നല്ല രീതിയിൽ ചാറ്റൽ മഴ വന്നു തുടങ്ങി. അതിൻ്റെ ഇപ്പുറത്തേക്ക് ഞങ്ങൾ റൂമിൽ കയറട്ടെ കേട്ടോ. റൂമിൽ കയറാം അഭിരാമി. ബേബിയോ? അപ്പനെ കൊണ്ട് മോനെ കൊണ്ട് അപ്പം പോയി. അപ്പനിതാ ഇവിടെ എത്തിയിട്ടോ. മൈക്കിള് നേരെ റൂമിലേക്ക് കയറി പോകാം. താക്കോൽ ആരെടുത്താ? മൈക്കിള് സ്വിച്ച് ഇടുക കേട്ടോ. ഇട്ടോ എല്ലാ സ്വിച്ചും മൈക്കിൾ ഇടുക. ഇട്ടോ അമ്പോ. ഗൈസ് ഫൈനലി ഞങ്ങൾ റൂമിലെത്തി. എൻ്റെ അമ്മോ എന്തൊരു സന്തോഷം റൂമിലെത്തി കഴിഞ്ഞപ്പം. ഹായ് മൈക്കിൾ ബേബി. ഹായ്. പപ്പയ്ക്ക് തന്നാണോ കുടിക്കാനാ? പപ്പയ്ക്ക് സ്ലൈസ് തന്നാണോ മോൻ? ഇതെല്ലാം തള്ളിക്കളയുന്നു പപ്പ. ഞങ്ങളുടെ വീട്ടിലെല്ലാം ഫ്ലാറ്റ് സ്വിച്ച് ആയത് എത്ര നന്നായെന്ന് നോക്കിയേ. ഇവനീ സ്വിച്ച് ഇടുക, ഫാൻ്റെ ഇത് തിരിക്കുക, എന്തൊക്കെ സർക്കസ് ഇവനീ കാണിക്കുന്നത്.
എൻ്റെ ലിപിനെ എന്നാ ഇവനെ ചെറുക്കൻ വന്ന് കയറിയപ്പോ ലൈറ്റ് ഒക്കെ ഇടുക. നീ വരാതെ തന്നെ വിഷമമായിരുന്നു. ചെണ്ട കൊട്ടി കാണിച്ചു കൊടുക്കടാ. ചെണ്ടയാ? ചെണ്ട കൊട്ടി കാണിച്ചു കൊടുക്ക. പുറത്ത് കൊട്ടിക്കോ. അപ്പൊ പുറത്ത് ചെണ്ട കൊട്ടിക്കോളാൻ പറയുന്നു. വണ്ടിക്കൊട്ടെത്തു. ഫൈനലി ഞങ്ങൾ രാത്രി പള്ളിയിലേക്ക് പോകണം. ഇവിടെ ഉണ്ടല്ലോ രാത്രിയിലും പുട്ട്, ഇടിയപ്പം, ചട്നി, ചമ്മന്തി, വെള്ളയപ്പം അങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ നടത്തുന്ന പരിപാടികളൊക്കെ ഉണ്ട്. രാത്രി ഫുഡ് അല്ലേടി? നൈറ്റ് ഫുഡ്. നമ്മൾ ഈ പള്ളിയിലേക്ക് പോകുന്നതായിരിക്കും. വെജിറ്റേറിയൻ ഫുഡുകളാട്ടോ. രാത്രിയായി. പള്ളിയുടെ ഇവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാരായിട്ടോ. നേരത്തെ ഇത്ര ആളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളിവിടെ വന്നല്ലായിരുന്നോ? നേരത്തെ നമ്മുടെ ആദ്യ ഭാഗം വീഡിയോ കണ്ടവർക്കറിയാം ഇവിടെ ആരും ഇല്ല. ഒന്ന് ഇമാജിൻ ചെയ്ത് അതേ സമയത്ത് ഇപ്പൊ നോക്കി എന്ത് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും വന്ന് കാരണം സെക്കൻഡ് ഷോ. അപ്പൊ ഇവിടെ ലൈറ്റ് നോക്കിയേ, ഇത് പല കളറുള്ള ലൈറ്റ്. ഇപ്പൊ ഇവിടെ അത്യാവശ്യം ആൾക്കാരായിട്ടോ. ഞങ്ങൾ നേരെ എഴയുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടുന്നാണോ? ഇത് തന്നെയാണോ? പുതിയ ക്യാരിബായ കേട്ടോ ചെറുക്കൻ്റെ ചെണ്ട. ഇതേ പോകുന്നു. ഒരു പിടുത്തമില്ലാതെ ഓടും കേട്ടോ മൈക്കിള് കുസ്തിയാ. ഓ സന്തോഷം നോക്കിയാ മൈക്കിളിന്റെ ഇപ്പഴാട്ടോ സന്തോഷമായേ. വേറെയുണ്ട് പിള്ളേർക്ക് ഇപ്പൊ നടക്കണം, ഓടണം, ചാടണം സ്വന്തമായിട്ട്. ഇതൊന്നും പാടില്ല. ഇതൊന്നും പാടില്ല. പിടിക്കൊന്നും വേണ്ട ഇവർക്ക്. ഇവർക്ക് ഇച്ച കളിപ്പാട്ടം കാണുമ്പോൾ കാരണം ഏറ്റവും നല്ല ഇതാണ് ഇപ്പത്തെ സമയം ഇവരുടെ അല്ലേ. ഇവരുടെ ഇരിക്കുവാണെങ്കിൽ എത്ര സമയം പോകണേ നമുക്ക് അറിയില്ല. പേരാന്നറിയാം ഇതേപോലെ രാത്രി കിടന്നുറങ്ങുന്നത്. ഇതൊക്കെ ബസ്സിനും പിന്നെ അതേപോലെ തന്നെ ഇവര് ഓരോ ഗ്രൂപ്പായിട്ടൊക്കെ വന്നിട്ട് ട്രെയിന് ഇതുപോലെയൊക്കെ വരുന്ന ആൾക്കാർ. ചിലപ്പോൾ നേർച്ചയൊക്കെ ആയിരിക്കും കൂടി, നേർച്ച അങ്ങനെയൊക്കെ ആയിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗുണം, കൊതുകിൻ്റെ ശല്യമില്ല. അപ്പനും അമ്മയും അഭിരാമി മുട്ടലെഴുതുന്നു, മമ്മി മുട്ടലെഴുതാണ്. പപ്പ നടക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് നേർച്ച ഉണ്ടായിരുന്നു. അവരാ നേർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. പപ്പ അവിടുന്ന് നടന്നു പോകുന്നു. ഈ കാണുന്ന ഇതിലാണ് നടക്കേണ്ടത്. നേർച്ചകളുണ്ടായിരുന്നു, അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അമ്മയുടെയും പിന്നെ അഭിരാമിയുടെയും ചെരുപ്പ് എൻ്റെ കയ്യിലുണ്ട്. മൈക്കിൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മൈക്കിൾ ഇവിടെ കളിയാട്ടോ. ഏതാ എന്നാടെ പരിപാടി? അതേ പോവും ഏടൻ. അതേ അങ്ങ് പോകുന്നു. ലിവിൻ മൈക്കിളിൻ്റെ പുറകെ ഓടി നടക്കും കേട്ടോ. മൈക്കിൾ കുറച്ച് കഴിയുമ്പോൾ നടക്കും. അഭിരാമി നടന്ന് ഇവിടെ എത്തി. അപ്പോൾ തന്നെ ഈ സൈഡ് പിടിച്ച് പോകുന്നത് മമ്മി അത് നടന്നു വരുന്നുണ്ട്. ഇത് അത്യാവശ്യം പാട് പിടിച്ചവരുടെ കേട്ടോ. അവിടം വരെ എത്തുമ്പോഴത്തേക്കും കാല് പൊട്ടും, നല്ല വേനയായിരിക്കും കേട്ടോ. ഞങ്ങളെ ഇവിടുന്ന് ഒരു താക്കോല് മേടിക്കുകയാണ്. കാരണം ജോലി, ബിസിനസ് അതുപോലുള്ള സംഭവങ്ങൾക്ക് എപ്പോഴും നല്ലതാണ് ഈ സംഭവം. അപ്പം മൈക്കിളെ മമ്മി പോകുന്നതിൻ്റെ ഇടയ്ക്കോട്ട് ഓടിച്ചെന്നു കേട്ടോ. മമ്മിക്ക് അപ്പം മുട്ട എഴുന്നേൽ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ലിബി മൈക്കിളിനെ പിടിച്ചു. മൈക്കിൾ ഇതയില്ല നടക്കുന്നുണ്ട്. ഇതിലാരും അങ്ങനെ ചെരുപ്പിട്ട് നടക്കുന്നത് കാണുന്നില്ല. അഭിരാമി അങ്ങ് ഇഴഞ്ഞഴിഞ്ഞ് അവിടെ എത്തി കേട്ടോ. ഇത് ഇവിടെ എത്തി, അവളവിടെ എത്തി. പപ്പയും മമ്മിയും ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ. പപ്പയും മമ്മിയും കറക്റ്റ് ഇവിടെ. മമ്മിക്ക് പറ്റുന്നില്ലെന്നാണ് തോന്നുന്നത്. കുറേ ആൾക്കാർ ഇതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ നേർച്ച. ഓ പറ്റുന്നില്ല അമ്മ. ഗൈസ് നോക്കൂ, മുട്ടലെഴുതാൻ പറ്റുന്നില്ല. അമ്മ കൈയും കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മൈക്കിളും ലിബിയും ഇതേ പോകുന്നു. അഭിരാമി അങ്ങ് കേട്ടോ ഇഴഞ്ഞഴിഞ്ഞ്. ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ. അങ്ങ് വരെ എഴുതണം. ഇതുണ്ടോ, ഇവിടം വരെ എഴയാനുണ്ട് കേട്ടോ. ആടം വരെ വേണം ഇഴഞ്ഞഴിഞ്ഞ് പോകാൻ വേണ്ടി. മൈക്കിൾ ഇതേ അതിൻ്റെ അകത്തോടെ നടന്ന് അങ്ങ് പോവാം കേട്ടോ. അങ്ങനെ സ്റ്റെപ്പ് വെച്ചും നടക്കാം, പിന്നെ ഇതേപോലെ പോവാം, പിന്നെ മുട്ടയിൽ എഴയാം, പിന്നെ അവിടെ പറ്റുന്നില്ലാത്തവർക്ക് വഴിയിൽ നിൽക്കാം. എന്താ പറയുക, ഇങ്ങനെ ഇരിക്കാൻ റെസ്റ്റ് എടുത്ത് പോയാൽ മതി. ഇതിപ്പോൾ ഇവിടെ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇത്ര തിരക്കുറവ്. അല്ലെങ്കിൽ ഇതിൻ്റെ 10 ഇരട്ടി ആളായിരിക്കും കേട്ടോ. ഈ പൂഴിക്കകത്ത് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അഭിരാമി ഇവിടം വരെ എത്തി കേട്ടോ. ഇനിയുണ്ട് അഭിരാമിക്ക് 3/4. ഇത് അരയായതേ ഉള്ളൂ. അടുത്തോടി വേനയാ, കാലുവേനയാ. അപ്പനും അമ്മയും ഇതേ, അമ്മ ഇതേ, അമ്മ ഇവിടെ, അപ്പനത് അങ്ങ് ബേക്കിലോട്ടോ. മൈക്കിൾ ഇവിടെ ഉണ്ട്. മൈക്കിൾ പൂഴിവാരി എറിയില്ല കേട്ടോ. പൂഴി എറിയിലാണോടാ, കയ്യിൽ പൂഴി, അതുകൊണ്ട് ഏറ്. പൂഴി വാരി എറിയും കേട്ടോ. കൈ കിട്ടുന്നു, പൂഴി എറിയുന്നു. എന്നൊക്കെ സർക്കസാണോ? എടുക്കട്ടാ പൂഴി, അടിപൊളി. പൂഴി എറിഞ്ഞ് കളിക്കുക മൈക്കിളെ. ഗൈസ് നോക്ക്, ഇവിടെ പൂഴിവാരിയ ഒരാള്. അതെ ചിരിക്കുന്നു.
ചിരിക്കുന്നു. മൈക്കിൾ ചിരിച്ചാണെടാ. അമ്മ വരുന്നുണ്ടോടാ? ആ അഭിരാമി നടന്നെത്തി. പകുതി എത്തി ഇല്ലല്ലോ? ഇല്ലടാ, അങ്ങ് വരെ ഉണ്ടോ. മൈക്കിളും മുട്ടയിൽ എഴുതിയ കേട്ടോ. മൈക്കിളും മുട്ട എഴുതിയാണോടാ? അപ്പാ ദേഹം മൊത്തം ചെളിയും പൊടിയാക്കി കേട്ടോ. ഏയ് എന്തായാലും കൊണ്ട് കുളിപ്പിക്കണം. ആള് വിഴയുക. എന്നാടാ മൈക്കിളെ നേരെ ഫ്രണ്ടിലേക്ക് പോട്ടെ. ഫ്രണ്ടിലേക്ക് പോടാ. ഓ മൈക്കിളെ. ആ മൈക്കിള് പറ്റുന്ന പോലെ മൈക്കിൾ കേട്ടോ. ഓ അങ്ങോട്ട് പറ്റൂല ലിവിനെ, പറ്റൂല. മമ്മി ഇവിടം വരെ എത്തി കേട്ടോ. അഭിരാമി അങ്ങ് പോയി. അഭിരാമി ലാസ്റ്റ് ഇവിടെ എത്തിയപ്പം എഴയാൻ തുടങ്ങി, കാലിന് വേദന തുടങ്ങി കേട്ടോ. പപ്പ അങ്ങ് വേക്കില്ല. മൈക്കിളും മമ്മി ഇപ്പം ഒരുമിച്ച് എഴയുവാണ്. അപ്പനും ഇവിടെ ഉണ്ട്. അഭിരാമി അങ്ങ് ബേക്കിലായിട്ടോ. അവളുടെ പാൻറ് കീറി. അപ്പം നല്ല വേദനയാണ്. അവളുടെ പാൻറ്റും കീറി, മുട്ടും കീറി. അങ്ങനെ പറ്റൂലടാ, മുട്ട തന്നെ എഴയണം. മമ്മിയുടെ പാൻറ് നല്ല പാൻറ്. മമ്മിയുടെ പാൻറ് കീറി അമ്മേ. മമ്മിയുടെ പാൻറ് കീറിയിട്ടില്ല. ഇതേ മൈക്കിളും എഴയുന്നു. മമ്മി പോകുന്ന തന്നെ മൈക്കിളും എഴയുക. മൈക്കിളാ മൈക്കിളും അതേപോലെ തന്നെ മൈക്കിളും എഴയുക കേട്ടോ. ആ മമ്മി ചെയ്യുന്ന പോലെ തന്നെ മൈക്കിളും ചെയ്യുക. മമ്മി അങ്ങ് പോയിട്ടോ. അഭിരാമി ഇവിടെയുണ്ട്. അഭിരാമിയുടെ കാല് പൊട്ടി. പപ്പ പിന്നെ നടന്നിരുന്നു. അപ്പം മുട്ട വലിയുന്നില്ല. 1.5 ട്രിപ്പ് ഓടിയിട്ട് മൈക്കിൾ ഇവിടെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അവിടെ വരെ നടന്നു. അതാണ് എന്റെ മൈക്കിൾ എടുക്കാൻ. ഇപ്പൊ തിരിച്ചു വന്നോ കേട്ടോ. അമ്മേനെ തിപ്പിണക്കുമായിരുന്നു. അത് അമ്മമ്മേനെ കണ്ടുള്ളൂ. അമ്മമ്മയുടെ കുറെ നേരം നടന്നു. സന്തോഷമായി. ഇപ്പൊ സന്തോഷമായി. പോവാ. ഇവിടെയാണ് ഫൈനൽ. അതായത് ഇവിടെയാണ് എത്തുന്നത്. മമ്മി അങ്ങനെ ആദ്യം ഫിനിഷ് ചെയ്ത് ഇവിടെ എത്തി. മമ്മിയുടെ കാലിന് എന്തൊക്കെയാ പറ്റിയ? അമ്മയ്ക്ക് ചെറുതായിട്ട് കാല് മുറിഞ്ഞോ? കാലൊക്കെ പൊട്ടി. ആണോ? മൈക്കിൾ ഇവിടെ ഉണ്ട്. ആണോ? അതിനുശേഷം മമ്മി വന്നു. ഇനിയിപ്പം അഭിരാമിയും പപ്പയും വരാനുണ്ട് കേട്ടോ. ഫാനും അമ്മയും. അമ്മ കയറി. അഭിരാമി അങ്ങനെ ഇവിടെ എത്തി. പപ്പ പകുതി എത്തിയപ്പം മുട്ടിലഴയാൻ വേണ്ടി തുടങ്ങി കേട്ടോ. പപ്പയപ്പം കാലിലൂട്ട് സാധനം ഇല്ലാതെ മുട്ടിലഴഞ്ഞേ. ഇവർക്ക് പാൻറ്റെങ്കിലും ഉണ്ടായിരുന്നു. അപ്പം നിക്കറിട്ടാട്ടെ കഴിഞ്ഞേ. യെസ്. അങ്ങനെ അവസാനം അഭിരാമി അങ്ങനെ എത്തി കേട്ടോ. അഭിരാമി അങ്ങനെ ഫൈനലി എത്തി. അഭിരാമി അവിടെ കയറി പിടിച്ചു. ഇനി ഇവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇനി പപ്പയും കൂടെ എത്തിയാൽ മതി. പപ്പയുടെ കാലം എന്തായാലും പൊട്ടിയിട്ടുണ്ടാകും. കാരണം പൊട്ടി പപ്പയുടെ കാലം എന്തായാലും പൊട്ടിയിട്ടുണ്ടാകും. കാരണം പാൻറ്റ് പോലും ഇല്ല കേട്ടോ. അഭിരാമി അങ്ങ് കയറിപ്പോയി. അവിടെ മമ്മിയും മൈക്കിളും ലിബിനും ഇരിപ്പുണ്ട്. ഇനി പപ്പ ഏതാനും നിമിഷങ്ങൾ പപ്പ എത്തിട്ടോ. അപ്പനും എത്തിയിട്ടാ. അപ്പനും അങ്ങനെ കയറി ആ കമ്പെ പിടിച്ചു. അപ്പൻ്റെ കൈ എന്തായാലും പൊട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഹോട്ടൽ റൂമിൽ നിന്ന് എഴുതാം. ഹോട്ടലിൽ നിന്ന് എഴുതാം. അപ്പൻ്റെ കാല് പൊട്ടിയിട്ടാ 100%. കാണിച്ചപ്പ തൊലി പോയി. അപ്പൻ്റെ കാല് പോയി. അഭിരാമിയുടെ കാലും പൊട്ടിയിട്ടുണ്ടാവും. മമ്മിയുടെയോ? ഫൈനലി നമ്മുടെ നേർച്ച കഴിഞ്ഞു. ഇനി നമ്മുടെ ക്ഷീണമില്ലാത്ത ഒരാളേ ഉള്ളൂ, മൈക്കിളും ഞാൻ കാലോടും പരാതിയില്ല. ഞങ്ങൾ അവിടെ തൊട്ട് ഓടിയതാ അല്ലേ? വെള്ളം രാവിലെ മേടിച്ചാൽ മതി അപ്പേ. എന്നെ കുടിക്കാനല്ലോ? അല്ലെന്നേ, മറ്റേ മാതാവിന്റെ ഒക്കെ നാളെ മേടിക്കാൻ പോവാം. കട്ട സബ്സ്ക്രൈബറിനെ ഞങ്ങൾ കണ്ടു. പേരെന്നാടാ? നിന്റെ പേരെന്നാടാ? ഗൈസ് നോക്കൂ, ഞങ്ങൾ വേളാങ്കണ്ണി വെച്ച് കണ്ട പൊക്കോട്ടാടാ. ഗൈസ് നോക്കൂ, ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ എന്തായാലും നേരെ ആ ഫ്രണ്ടിലേക്ക് പോയിട്ടോ. കൊച്ചടഞ്ഞു. കൊച്ചിനെ കൊണ്ട് വേഗം അതിന് നെയ്പ്പിക്കട്ടെ. നോക്കൂ, ഫൈനലി ഞങ്ങൾ റൂമിലെത്തി. മൈക്കിളാ എന്നാ കൊല്ലുമുറ്റായി അമ്പോ. മൈക്കിൾ ഇവിടെ വന്ന് ചെണ്ടവട്ടാട്ടോ. ഇന്നും ആർക്കും ഓർക്കമില്ലെന്ന് ഉറപ്പായി. പോകുന്ന കാണിക്കുന്ന നോക്കിയേ. പാവം ഇന്ന് കുറെ നടന്നു കേട്ടോ. 11 മണിക്ക് ഈ ഹോട്ടൽ ക്ലോസ് ചെയ്യും മൊത്തത്തിൽ. നിന്റെ കാലം കാണിച്ചാൽ അമ്മയുടെ കാലം ഒരു കുഴപ്പമില്ല. പപ്പയുടെ കാലിന് വലിയ പ്രശ്നമില്ല. അഭിരാമിയുടെ കാലിനാ പ്രശ്നം. ഓ അപ്പാപ്പിക്ക് കൊടുത്താ മുട്ടായി. ചെണ്ടടി ഗൈസ് നോക്കൂ, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി. നാളെ നമ്മൾ രാമേശ്വരത്തിന് പോകും. നാളെ കഴിഞ്ഞ് കന്യാകുമാരി. ഗൈസ് നോക്കൂ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാനായിരിക്കും. ഗുഡ് ബൈ. അതാണ്